രജനീകാന്തിന്റെ ജയിലർ ടൂവിലെ അല്ല പോലെയുള്ള സോങ് അവര് റിലീസ് ചെയ്തിട്ടുണ്ട്. സോങ്ങിന് ഒരു മിക്സ്ഡ് അഭിപ്രായമൊക്കെ വന്നൊക്കെ ഉണ്ട് എന്നുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കേൾക്കാം ബാ. ഈ ഒരു പോർഷനാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഈ പാട്ട്. അക്കമ്പലൻ. അല്ല പോലല്ല ദില്ല പോലല്ല ജിച്ചല പോലല്ല ജിച്ചല പോലല്ല ജിത്തക പാടു. അല്ല മേലെ അല്ലേ 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 അല്ലേ. റെഡി 1 2 3. ദിനം ദിനം തേടി വന്നായോ. ആക്ച്വലി ഈ പാട്ടിൽ ഇനി ആ ഫസ്റ്റ് വരുന്ന ആ വക്കമ്പല പോലെ ഇമ്പല പോലെ അത് ഇപ്പോഴും സ്റ്റിൽ പിടിച്ചിട്ടില്ല. ബട്ട് സിനിമയിൽ വരുമ്പോൾ ആ പ്ലേസ്മെന്റിൽ ആ ഒരു സിറ്റുവേഷന് യോജിക്കുമോ ഇല്ലയോ എന്നുള്ളത് സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. പ്ലേസ്മെന്റ് നന്നായിരിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഇപ്പോഴും അത് കറക്റ്റ് ആയിട്ടൊന്ന് സാറ്റിസ്ഫൈ ആക്കാൻ പറ്റുന്നില്ല. സാറ്റിസ്ഫൈ ആവുന്നുമില്ല. കാരണം ആ ഒരു അത് ട്രോമ തന്നെയാണ് സത്യം പറഞ്ഞാൽ. അലിമ്പ് ഒരു പീസ് ഓഫ് ഷിറ്റ് തന്നെയാണ് ആ ഒരു തുടക്കത്തിൽ പറഞ്ഞത്. ആ തുടക്കം വരുമ്പോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അടുത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. രണ്ടാമത് വരുമ്പോ ബാക്കി ആ അല്ല പോലെയൊക്കെ വരുമ്പോ ഒരു വൈബ് സാധനത്തിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതൊരു ട്രാൻസിഷൻ ആയിട്ട് ആ ഒരു നായികയുടെ ഗാനത്തിലേക്കും വരുമ്പോ ഫീമെയിൽ വോക്കലിലും വരുമ്പോ കേൾക്കാൻ നല്ലൊരു പാട്ടായിട്ട് തന്നെ വരുന്നത്. ടൂത്ത് ഈ പാട്ട് അസയാതെ മോനെ ഒഴിച്ചു രജനീകാന്ത് വേണ്ടാ. ഈ പോസ്റ്റ് വേണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് ഡാൻസ് ആൾക്കാരുണ്ട്. അരുൺരാജാണ് ലിറിക്സ്. മോനെ ഈ സ്റ്റെപ്പിലാണ് തെറ്റ് കണ്ടുപിടിക്കണം. അത് അവര് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ പാട്ടിൽ ഷംന കാസിമോ കിട്ടലായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഗ്രേസ് ആയിട്ട് ആ ഒരു പാട്ട് മൊത്തം തൂക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും പേഴ്സണലി എനിക്ക് ഒന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ നല്ല സ്റ്റെപ്പുകളൊക്കെ കൊടുക്കായിരുന്നു എന്നുള്ളൊരു തോട്ടുണ്ട്. കാരണം ജാനിയൊക്കെ ഇപ്പോഴും എന്ത് സ്റ്റെപ്പാണെന്നൊന്നും ഒരു പിടിയില്ല. പേഴ്സണൽ തോട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേക്ക്. കാരണം ബാക്കി ആ തുടക്കത്തെ അല്ല പോലെ മാത്രം തന്നെ ഒരു ഇഷ്ടപ്പെടാത്ത രീതിക്കുള്ളു. ബാക്കിയൊക്കെ വരുമ്പോ പിന്നെ ഒരു വൈബായിട്ട് അവർ എൻജോയ് ചെയ്ത് കേട്ട് കേട്ട് വരുമ്പോ പിന്നെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ബട്ട് ആ തുടക്കത്തിൽ ആകപ്പമ്പല പോലെ അമ്പല പോലെ അത് എന്തോ ഇഷ്ടപ്പെട്ട് വരുന്നില്ല. അതെങ്ങനെയോ ചെയ്തു വെച്ചിരിക്കുന്നു. ഇതൊരു ബിഗ് ഒരു സ്റ്റോം വരാൻ മുമ്പുള്ള ഒരു പാട്ട് തന്നെയാണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. രജനി ഇങ്ങനെ അനങ്ങാതെ അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും മിക്കവാറും ഈ കള്ളിന് വിഷം കലർത്തിയിട്ടുണ്ടാവും. എല്ലാവരും ചാവുമെന്ന് തോന്നുന്നു. ആ ഇതേ ആ ആ ഫീമെയിൽ ഓക്കൽ ഇതിൽ സൂപ്പർ ആയിട്ടാ. അല്ലേ 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 അല്ലേ
വണ്ടായോ ദിനം ദിനം തേടി വണ്ടായോ. ഓനെ പരുവം മാറാതെ വസിയും തീരാതെ അമ്മമ്മമ്മമ്മ വണ്ടായോ ദിനം ദിനം. രജനി എന്തോ ചെയ്യാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ്. അത് രണ്ടായിരുന്നു. ഒക്ടോബർ 10, പത്താം മാസം 15-ാം തീയതി ആയിട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ജയിലർ. ഇതിൽ ഈ രാജേഷ് മാധവൻ മലയാളി ആക്ടർ പുള്ളി വന്നപ്പോൾ ആദ്യം എല്ലാവരും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ള എല്ലാവരും വിചാരിച്ചത് ഇത് അനിരുദ്ധ് ആണെന്നാണ്. ഇത് അനിരുദ്ധ് അല്ല, രാജേഷ് മാധവൻ മലയാളം ആക്ടറാണ്. പുള്ളി ഈ സിനിമയിലും ഉണ്ട്. ഈ സിനിമയിൽ കുറെ മലയാളം ആക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഷംനാഗാസും ഡാൻസ് കളിക്കുന്നതും പുള്ളിക്കാരിയും മലയാളിയാണ്. നന്നായിട്ട് കിടലിനായിട്ട് ആ വൈറ്റ് സാരിയിൽ സൂപ്പറായിട്ട് നന്നായിട്ട് ഡാൻസ് ചെയ്ത് പാട്ട് മൊത്തം തൂക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രജനീകാന്ത് ഇതില് വലിയ ഡാൻസോ അല്ലെങ്കിൽ ഒന്നുമില്ല. 2-3 പ്രാവശ്യം രജനി കാണിക്കുന്നുണ്ട്. എനിക്കൊണ്ട് രജനി എന്തോ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ കുടിക്കുന്ന കള്ളിലെല്ലാം വിഷം കലർന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇവർ എൻജോയ് ചെയ്തിട്ട് അവസാനം ഞാൻ പണി പറ്റിക്കുക എന്നുള്ളൊരു മാപ്പിലാണ് രജനി നിൽക്കുന്നത്. ഇത് കഴിഞ്ഞൊരു മാസ് റോൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു കിടിലൻ ഇമ്പാക്ട്ഫുൾ റോൾ എന്തായാലും ഉണ്ടാവും. അത് രജനിയുടെ നോട്ടത്തിൽ, രജനിയുടെ നടത്തത്തിൽ, രജനിയുടെ ചിന്തയിൽ തന്നെ കാണുന്നു. പാട്ട് നമുക്ക് കാണുന്ന തന്നെ മനസ്സിലാവും. പിന്നെ കേട്ട് വരുമ്പം ഓക്കെ ആയി വരുന്ന ഒരു പാട്ട് കൂടെയാണ് ഈ അല്ല പോലല്ലോ. അതിന്റെ തിയേറ്റർ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വൈബിൽ വരും. ബട്ട് എന്നിരുന്നാലും ആ തുടക്കത്തിൽ വരുന്ന അമ്പല പോലെ അതെന്തായാലും കൺവിൻസ് ആവുന്നില്ല. അതൊരു ആവശ്യമില്ലാത്ത ഒരു ഇതായിരുന്നു. പിന്നെ ഈ ഇടയിൽ ഈ മോനെ പൊളിച്ചു എന്ന് വരുന്നത് ഒരു ഓവറായിട്ട് തന്നെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു മലയാള പാട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ. പിന്നെ ചെന്നൈയും പരിപാടിയൊക്കെ ഓക്കെ തന്നെയായിരുന്നു. ബട്ട് എന്നിരുന്നാലും മനസ്സിലായൊക്കെ പിന്നെയും ഹാപ്പി ആയിരുന്നു, ഓക്കെ ആയിരുന്നു. ബട്ട് അല്ല പോലെ ആ ഒരു തുടക്കത്തിലൊക്കെ വന്നപ്പം ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യം പറഞ്ഞാല്. ബട്ട് ആ ഒരു ബാക്കി അല്ല പോലെ ആ സയനവും ചിന്തക അതും ആ ഫീമെയിൽ വോക്കലൊക്കെ വരുമ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ട്. കേട്ട് വരുമ്പോ പാട്ട് നന്നായിട്ട് വരുന്നുണ്ട്. എന്നിരുന്നാലും ആ ഒരു ഫസ്റ്റ് പോർഷൻ കളയാമായിരുന്നു അല്ലേ ഗൈസ്? നിങ്ങൾക്ക് എന്താണ് ഒപ്പീനിയൻ?